ചില മനുഷ്യരുടെ ജീവിതകഥകൾ നമ്മളെ അത്രമേൽ അതിശയിപ്പിക്കുന്നതാണ്. തെരുവിൽ നിന്നും ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി വരെ എത്തിച്ചേർന്ന ഒരു പെൺകുട്ടിയുടെ യഥാർത്ഥ ജീവിതകഥ. ലിസ് മുറെ എന്നായിരുന്നു അവളുടെ പേര്. പിച്ചക്കാരിയെപ്പോലെ തെരുവിൽ കഴിയേണ്ടി വന്ന ലിസ് മുറെ എങ്ങനെ ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റിയായ ഹാർഡ്വാർഡിൽ എത്തിച്ചേർന്നു എന്ന് പറയുന്ന മനോഹരമായ മോട്ടിവേഷണൽ ചലച്ചിത്രമാണ് ഹോംലെസ് ടു ഹാർഡ്വാർഡ് ദ ലിസ് മുറെ സ്റ്റോറി. ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ലിസ് മുറെ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സ്കൂളിൽ വല്ലപ്പോഴും മാത്രം വന്നിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. കഴിഞ്ഞ 3 മാസത്തോളം അവൾ ക്ലാസുകൾ പൂർണ്ണമായും മുടക്കിയിരുന്നു. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, പ്രധാനപ്പെട്ട പരീക്ഷകളുള്ളപ്പോഴെല്ലാം ലിസ് സ്കൂളിൽ ഹാജരാകും. ഒരു പ്രഭാതത്തിൽ വിശപ്പടക്കാൻ ഒന്നുമില്ലാതെ ഒഴിഞ്ഞ വയറും വേദനിച്ചു പൊളയുന്ന പല്ലുമായിട്ടാണ് അവൾ ക്ലാസ്സിലേക്ക് എത്തിയത്. എന്നിട്ടും കഠിനമായ ആ വേദനയും വിശപ്പും തന്നെ ബാധിക്കാത്തതുപോലെ അവൾ പരീക്ഷ എഴുതാനിരുന്നു. അവളുടെ കൈകൾ ഉത്തരക്കടലാസിൽ അതിവേഗം നീങ്ങിക്കൊണ്ടിരുന്നു. ഇത് കണ്ട അധ്യാപികയ്ക്ക് സംശയം തോന്നി. അവർ ലിസിന്റെ അരികിലെത്തി. അവളുടെ പേപ്പർ ഏതാണ്ട് പിടിച്ചു വാങ്ങുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ നീണ്ടു. ഇത്രയും കാലം ക്ലാസ്സിൽ വരാത്തൊരു പെൺകുട്ടിക്ക് ഇത്ര കഠിനമായ ചോദ്യങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്ന് അധ്യാപിക ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ ലിസാകട്ടെ തികച്ചും ശാന്തത പാലിച്ചിരിക്കുകയായിരുന്നു ചെയ്തത്. ആ പരീക്ഷ അവളെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രയാസമുള്ളതായിരുന്നില്ല. അധ്യാപികയ്ക്കും അവൾ എഴുതിയ ഉത്തരങ്ങളിൽ അത്ഭുതം തോന്നാതിരുന്നുമില്ല. ക്ലാസ് കഴിഞ്ഞപ്പോൾ അധ്യാപക ലിസിനെ മാറ്റി നിർത്തി. അവളുടെ ശരീരത്തിൽ നിന്നുള്ള ദുർഗന്ധം സഹപാഠികൾക്ക് പ്രശ്നമാകുന്നുണ്ടെന്നും അതുകൊണ്ട് കുളിച്ചിട്ടൊക്കെ സ്കൂളിലേക്ക് വരണം എന്നും അവർ എടുത്തു പറഞ്ഞു. ലിസൊന്നും അധ്യാപികയോട് മറുപടി പറഞ്ഞില്ല. ഉള്ളിന്റെയുള്ളിൽ അവൾ സ്വയം കുറ്റപ്പെടുത്തി. തന്റെ അമ്മ ശ്രദ്ധയില്ലാത്തവളാണെന്നോ തന്നെ വളർത്തുന്നതിൽ പരാജയപ്പെട്ടെന്നോ ആരും കരുതുന്നത് അവൾക്കിഷ്ടമായിരുന്നില്ല. ലിസ് പോകുന്നതിനു മുമ്പ് അധ്യാപിക അവൾക്ക് ഉപയോഗിച്ച് കുറച്ച് വസ്ത്രങ്ങൾ നൽകി. തുടർന്ന് പരീക്ഷാഫലവും കൈമാറി. ലിസിന് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം ലഭിച്ചിരുന്നു. പെർഫെക്റ്റ് സ്കോർ തന്നെ അവൾ ആ പരീക്ഷയിൽ നേടി. എങ്ങനെയാണ് ഇത് നീ സാധിച്ചെടുത്തത് എന്ന് അധ്യാപിക അവളോട് ചോദിച്ചു. ചവറ്റുകുട്ടയിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനകോശങ്ങൾ, എൻസൈക്ലോപീഡിയാസ് താൻ വായിക്കാറുണ്ട് എന്നായിരുന്നു ലിസിന്റെ വിശദീകരണം. അവിടെ നിന്നായിരുന്നു അവൾക്കത്രമേൽ അറിവും ലഭിച്ചത്. സ്കൂളിൽ വരാതിരിക്കുന്നതിങ്ങനെ തുടർന്നാൽ ചൈൽഡ് വെൽഫെയർ ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കേണ്ടി വരും എന്ന അധ്യാപിക ഗൗരവത്തിൽ ലിസിനൊരു മുന്നറിയിപ്പും നൽകി. എന്നാൽ അവളുടെ അധ്യാപികയോ സഹപാഠികളോ അറിയാത്ത ഒരു സത്യം അവൾ ഒളിച്ചുവെച്ചിരുന്നു. ലിസിന് സ്വന്തമായി ഒരു വീടില്ലായിരുന്നു. അവൾ തെരുവിലായിരുന്നു താമസം. കഥ അവിടെ നിന്നും കുറച്ചുനാളുകൾ മുന്നിലേക്ക് നീങ്ങുന്നു. ലിസിന്റെ ജീവിതം തുടങ്ങിയത് തികച്ചും താറുമാറായ ഒരു കുടുംബത്തിലായിരുന്നു. അവളുടെ അമ്മ ജെനി മയക്കുമരുന്നിനും മദ്യത്തിനും കഠിനമായി അടിമയായിരുന്നു. കൂടാതെ സ്കീസോഫ്രീനിയ എന്ന മാനസിക രോഗവും അവരെ അലട്ടിയിരുന്നു. വീട്ടിൽ ഭക്ഷണമില്ലാത്തതിനാൽ ലിസും ലിസിന്റെ ചേച്ചി ലിസയും പലപ്പോഴും പട്ടിണിയിലായിരുന്നു. അവരുടെ അച്ഛൻ പീറ്റർ ശാരീരികമായി അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും മാനസികമായി അദ്ദേഹം അവരെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ജെന്നി കുട്ടികളുമായി വഴക്കിടുമ്പോൾ അദ്ദേഹം ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുകയായിരുന്നു എപ്പോഴും ചെയ്യാറുള്ളത്. അയാളും മയക്കുമരുന്നിന് അടിമയായിരുന്നു. ഒരിക്കൽ കുടുംബത്തിന്റെ ചെലവിനു വേണ്ടി ലിസയുടെ പക്കൽ നൽകിയിരുന്ന $100 ജെനി തിരികെ ആവശ്യപ്പെട്ടു. ജെനിക്ക് മയക്കുമരുന്ന് വാങ്ങാനായിരുന്നു അത്. പീറ്റർ അത് തടഞ്ഞില്ല. ഇത് ജീവിത ചെലവിനുള്ള പണമാണെന്ന് ലിസും ലിസയും കരഞ്ഞു പറയാൻ ശ്രമിച്ചെങ്കിലും ലഹരിയുടെ അസ്വസ്ഥതയിലായിരുന്ന ജെനിക്ക് ഒന്നും ചിന്തിക്കാൻ തന്നെ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അമ്മയുടെ യാചന സഹിക്കവയ്യാതെ ലിസ പണം അവർക്കെടുത്തു കൊടുത്തു. അമ്മയോട് അവൾക്ക് വലിയ ദേഷ്യം തോന്നിയെങ്കിലും മയക്കുമരുന്ന് വാങ്ങാൻ പോകുന്ന വഴിയിൽ ആരെങ്കിലും അവരെ കൊള്ളയടിച്ചാലോ ആക്രമിച്ചാലോ എന്ന് ഭയന്ന് ലിസ് അച്ഛനെയും കൂട്ടി അമ്മയുടെ പിന്നാലെ പോയി. അമ്മ സുരക്ഷിതമായി അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നവരെ പിന്തുടർന്നു. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ വേദനാജനകമായ യാഥാർത്ഥ്യങ്ങളായിരുന്നു അത്. അമ്മ ലഹരിക്കായി പണം ചിലവാക്കുന്നത് നോക്കി നിന്ന് പലപ്പോഴും ചവറ്റുകുട്ടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച ദിവസങ്ങൾ പോലും ലിസിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷെ അതൊരുപാട് നാൾ നീണ്ടുപോയില്ല. ഒടുവിൽ ഒരു ദിവസം സാമൂഹിക പ്രവർത്തകരും പോലീസും എത്തി. ജെനിയെ കൈയോടെ പിടികൂടി നേരെ റീഹാബ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. വീട് വൃത്തിയാക്കിയില്ലെങ്കിൽ, കുട്ടികൾക്ക് നല്ല സംരക്ഷണം നൽകിയില്ലെങ്കിൽ കുട്ടികളെ അവിടെ നിന്ന് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് ഉദ്യോഗസ്ഥർ അന്ന് മുന്നറിയിപ്പ് പോലെ പറയുകയും ചെയ്തു. എന്നിട്ടും ലിസിന്റെ ജീവിതം നല്ല രീതിയിലായിരുന്നില്ല മുന്നോട്ടേക്ക് പോയത്. സ്കൂളിൽ ലിസ് നിരന്തരം പരിഹാസത്തിനിരയായിക്കൊണ്ടിരുന്നു. ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ നാറുന്ന പെൺകുട്ടി എന്നായിരുന്നു അവളുടെ പേര്. വീട്ടിലെ വെള്ളത്തിന്റെയും കുളിക്കാനുള്ള സൗകര്യത്തിന്റെയും പ്രശ്നങ്ങൾ കാരണം അവൾ പലപ്പോഴും കുളിച്ചിരുന്നില്ല. ഒരേ വസ്ത്രം, മുഷിഞ്ഞ വസ്ത്രം അവൾ ആവർത്തിച്ച് ധരിച്ചിരുന്നു. അവളുടെ ചർമ്മത്തിൽ അഴുക്കുകൾ പുരണ്ട് വേദനാജനക
വേദനാജനകമായ തടുപ്പുകൾ പോലും രൂപപ്പെട്ടിരുന്നു. പക്ഷെ അതൊക്കെ സഹിച്ച് അവളുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. റീഹാബിലെ ചികിത്സയ്ക്ക് ശേഷം ജെനി മടങ്ങി വന്നപ്പോ ലിസ് ഒരുപാട് സന്തോഷിച്ചു. ഇനി മുതൽ ജീവിതം ശരിയാകും എന്നവൾ ചിന്തിച്ചു. ജെനിയാകട്ടെ വല്ലാത്ത ശാന്തതയിലായിരുന്നു. പക്ഷെ അവരുടെ ശരീരം ചതവുപാടുകളും മുറിപ്പാടുകളും കൊണ്ട് നിറഞ്ഞിരുന്നു. തനിക്ക് കിട്ടിയ തന്റെ പരീക്ഷാഫലങ്ങൾ അമ്മയെ ലിസ് അഭിമാനത്തോടെ കാണിച്ചു. പക്ഷേ ജെനിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. തനിക്ക് എയ്ഡ്സ് ആണെന്ന് ജെനി ലിസിനോട് വെളിപ്പെടുത്തി. മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ വന്നു ചേർന്നതായിരുന്നു അത്. പീറ്ററിന്റെ കൂടെ നിന്നാൽ തനിക്ക് ലഹരി ഒഴിവാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ജെനി താൻ അവിടെ നിന്ന് താമസം മാറ്റുകയാണ് എന്ന് ലിസിനോട് കൂട്ടിച്ചേർത്തു. അങ്ങനെ ലിസിന്റെ അമ്മ അവരെ വിട്ട് സ്വന്തം മാതാപിതാക്കളുടെ അടുത്തേക്ക് മാറി. അധികം വൈകാതെ സാമൂഹിക ഉദ്യോഗസ്ഥർ വീണ്ടും പരിശോധനയ്ക്കെത്തി. വീട് വൃത്തിഹീനമായി മോശപ്പെട്ട അവസ്ഥയിലാണുള്ളത്. അതോടെ ലിസിനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണ് എന്ന മട്ടിൽ അവർ അറിയിച്ചു. പീറ്റർ ആകട്ടെ ഒരു വികാരവും പ്രകടിപ്പിച്ചില്ല. മിണ്ടാതെ അവളുടെ സാധനങ്ങൾ ഒരു പെട്ടിയിലായി അയാൾ പാക്ക് ചെയ്ത് നൽകി. ലിസിനെയും കൂട്ടി ഉദ്യോഗസ്ഥർ പോവാൻ തുടങ്ങിയപ്പോ ലഹരിമരുന്ന് തയ്യാറാക്കാൻ അയാൾ അടുക്കളയിലേക്ക് പോവുകയായിരുന്നു ചെയ്തത്. ലിസ് എത്തിച്ചേർന്നതാകട്ടെ കുഴപ്പക്കാരായ കുട്ടികൾ താമസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഹോമിലുമായിരുന്നു. അവിടെ ബാത്റൂം കഴുകുന്നതും മറ്റുമായിരുന്നു അവളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട പണി. സാധാരണഗതിയിൽ 24 മണിക്കൂറിനുള്ളിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വന്നാൽ അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ആരും അവളെ തിരക്കി വന്നില്ല. 24 മണിക്കൂർ കാത്താൽ മതി എന്ന് ചിന്തിച്ച അവൾക്ക് 24 മാസങ്ങൾ അവിടെ തുടരേണ്ടി വന്നു. സ്കൂളിൽ കൃത്യമായി അവൾ എത്തുന്നില്ല എന്നതായിരുന്നു അവളെ അവിടെ എത്തിച്ചത്. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാരണം കാണിക്കൽ സോഷ്യൽ സർവീസസിന് നൽകിയാൽ അവൾക്ക് മോചിതയാകാമായിരുന്നു. പക്ഷേ ആരും വന്നില്ല. 24 മാസം കഴിഞ്ഞപ്പോ സംരക്ഷണ നിലയമെന്ന ആ ഒരിടത്ത് നിന്ന് ശിക്ഷാ കാലയളവ് കഴിഞ്ഞിറങ്ങിയ പോലെയായിരുന്നു ലിസ് മുത്തച്ഛന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. അവളുടെ അമ്മയും സഹോദരി ജെനിയും അപ്പോൾ അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ അവിടത്തെ കാര്യങ്ങൾ മെച്ചപ്പെട്ടതായി അവൾക്ക് തോന്നി. അവളുടെ സഹോദരി ലിസ വളർന്ന് സുന്ദരിയായ ഒരു യുവതിയായി മാറിയിരുന്നു. അവളെപ്പോഴും സ്കൂളിൽ പോകുന്നുണ്ട്. അമ്മ ജെനിയാകട്ടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് നിർത്തിയിരുന്നു. എങ്കിലും സ്കീസോഫ്രീനിയയുടെ ശമനത്തിനായി കഠിനമായ മരുന്നുകൾ അവർ കഴിക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം തന്റെ അമ്മ ചിരിക്കുന്നത് കാണാൻ കഴിഞ്ഞത് ലിസിനെ സന്തോഷിപ്പിച്ചു. എന്നാൽ അവിടെ വെച്ചാണ് മറ്റൊരു സങ്കടകരമായ വാർത്ത ലിസ് അറിഞ്ഞത്. അവളുടെ അച്ഛൻ പീറ്ററിന് വാടക കൊടുക്കാൻ കഴിയാത്തതിനാൽ അയാൾ താമസിച്ചിരുന്ന ഇടത്തുനിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടു. അദ്ദേഹം ഇപ്പോൾ തെരുവിലാണ് ജീവിക്കുന്നത്. ലിസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻസൈക്ലോപീഡിയാസ് ഉൾപ്പെടെ മിക്ക സാധനങ്ങളും അവിടുത്തെ ഉടമസ്ഥർ ചവറ്റുകുട്ടയിൽ എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ ദിവസം മുന്നോട്ടേക്ക് പോവാൻ തുടങ്ങി. ഒരു ഉച്ചയ്ക്ക് ഒരു കഫേയിലിരിക്കുമ്പോ ജെനി ഒരു നിമിഷമെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. എന്നാൽ തിരികെ വരുന്നതിന് പകരം അവർ നേരെ പോയത് ഒരു ബാറിലേക്കായിരുന്നു. ലിസിനെ അവിടെ തനിച്ചാക്കി അവര് വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി. അവരെ പിന്തുടർന്നെത്തിയ ലിസ് അത് നോക്കിക്കണ്ടു. ആ സമയമാണ് ഒരു കാര്യം ലിസ് തിരിച്ചറിഞ്ഞതും. ഒന്നും യാഥാർത്ഥ്യത്തിൽ മാറിയിട്ടില്ല. മയക്കുമരുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും അമ്മ ഇപ്പോൾ മദ്യത്തിനടിമപ്പെട്ടിരിക്കുകയാണ്. എങ്കിലും തോറ്റുകൊടുക്കാൻ ലിസ് ഒരുക്കമായിരുന്നില്ല. തന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങണം എന്നവൾ ഉറപ്പിച്ചു. അവൾ വീണ്ടും സ്കൂളിൽ പോകാൻ തീരുമാനിച്ചു. അവൾ അങ്ങനെ അവിടുള്ളൊരു സ്കൂളിലേക്ക് എത്തി. അതൊരു വലിയ പ്രശസ്തമായ സ്കൂളൊന്നുമല്ലെങ്കിലും ഒരു സാധാരണ ജീവിതത്തിന്റെ അനുഭവം അവൾക്ക് അവിടെ ലഭിച്ചു. വൃത്തിയായി പോകുന്നത് കൊണ്ട് തന്നെ അവളിപ്പോൾ ക്ലാസ്സിലെ ദുർഗന്ധം വീശുന്ന പെൺകുട്ടിയല്ലാതായി മാറിയിരുന്നു. എങ്കിലും വർഷങ്ങളോളം പഠനം മുടങ്ങിയതിനാൽ ക്ലാസ്സിൽ എന്ത് ചെയ്യണമെന്നോ എങ്ങനെ പഠിക്കണമെന്നോ അറിയാതെ അവൾ പലപ്പോഴും പകച്ചു നിന്നു. ആ സ്കൂളിൽ വെച്ചാണ് ലിസ് ക്രിസ് എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. തന്റെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളെ ആദ്യമായി ലിസിന് കൂട്ടുകാരിയായി ലഭിച്ചു. ഒരു ദിവസം ലിസും ഏതാനും സഹപാഠികളും ലിസിന്റെ വീട്ടിലിരുന്ന് പഠിക്കുകയായിരുന്നു. പെട്ടെന്ന് കാര്യങ്ങൾ വല്ലാതെ വഷളായി. ജെനി അമിതമായി മദ്യപിച്ച് ലക്കുകെട്ട് വീട്ടിലേക്കെത്തി. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തറയിൽ ഛർദ്ദിക്കുകയും ചെയ്തു. ആ സാഹചര്യം വല്ലാതെ വഷളാവുന്നത് കണ്ടപ്പോൾ ലിസ് പെട്ടെന്നൊന്ന് നിശബ്ദമായി അമ്മയെ സഹായിക്കാൻ തുടങ്ങി. അവരെ കിടക്കയിൽ കൊണ്ടുകിടത്തി. മറ്റു വിദ്യാർത്ഥികൾ ഓരോരുത്തരായി അവിടെ നിന്നിറങ്ങിപ്പോയി. പക്ഷേ ക്രിസ് മാത്രം ലിസിനൊപ്പം നിന്നു. അങ്ങനെ സമയം രാത്രിയായി. അന്ന് രാത്രി ലിസ് ക്രിസിനോട് തന്റെ മനസ്സ് തുറന്നു. തനിക്ക് ആ വീട്ടിൽ തുടരുന്നത് വെറുപ്പാണെന്ന് അവൾ ക്രിസിനോട് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അമ്മയുടെ അനിയത്തിയെ മുത്തച്ഛൻ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നു എന്ന് ഞെട്ടിക്കുന്ന സത്യം തന്റെ അമ്മ തന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം ലിസ് ഓർത്തെടുത്തു. ഇത് കേട്ടതും ക്രിസ്
ലിസ് തന്റെ സങ്കടവും പങ്കുവെച്ചു. ക്രിസിന്റെ അനിയത്തിയെ സ്വന്തം അച്ഛനായിരുന്നു ഉപദ്രവിച്ചിരുന്നത്. ക്രിസിന്റെ അമ്മ അയാളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് മനസ്സ് മാറി അയാളോടൊപ്പം തന്നെ കഴിയാൻ തീരുമാനിക്കുകയായിരുന്നു. തനിക്കവിടെ നിൽക്കാൻ പേടിയാണ് എന്ന് ക്രിസ് ലിസിനടുക്കൽ കൂട്ടിച്ചേർത്തു. അതോടെ ലിസ് പറഞ്ഞു, ആരുമറിയാതെ നീ എന്റെ കൂടെ ഇവിടെ നിന്നു. പക്ഷേ മുത്തച്ഛൻ അത് കണ്ടുപിടിച്ചു. ക്രിസിനെ അവിടെ നിൽക്കാൻ അയാൾ അനുവദിച്ചില്ല. അതോടെ ക്രിസിന് അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നു. മുത്തച്ഛനാകട്ടെ ലിസിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ ആ വീട് വിട്ടിറങ്ങാൻ ലിസ് തീരുമാനിച്ചു. ആ സമയത്ത് അവളുടെ അച്ഛൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അമ്മയാകട്ടെ മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണ്. വെറും 15 വയസ്സുള്ളപ്പോ ലിസ് സ്വന്തം നിലയിൽ ജീവിക്കാൻ തീരുമാനിച്ചു. അവളും ക്രിസും ഒന്നിച്ച് തെരുവുകളിൽ അലഞ്ഞു. ചില രാത്രികളിൽ അവർ പുറത്ത് തണുപ്പത്തുറങ്ങി. മറ്റു ചിലപ്പോൾ സുഹൃത്തുക്കളുടെ വീടുകളിൽ അവർ അഭയം തേടി. കയ്യിൽ പണമില്ലാത്തപ്പോൾ വിശപ്പടക്കാൻ അവർ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ഭക്ഷണം മോഷ്ടിച്ചു. ആ ചെറുപ്രായത്തിലെ വീടില്ലാത്ത പിച്ചക്കാരെ പോലെ ജീവിക്കേണ്ട അവസ്ഥ ആ കുട്ടികൾക്ക് വന്നു ചേർന്നിരുന്നു. ഇതിനിടയിലും ലിസ് ഇടയ്ക്കൊക്കെ തന്റെ അമ്മയെ പോയി കാണുമായിരുന്നു. ജെനി മദ്യപാനം തുടരുകയും അവരുടെ ആരോഗ്യം വല്ലാതെ ക്ഷയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. തന്റെ അമ്മ എന്നെങ്കിലും മദ്യപാനം നിർത്തി പഴയ പോലെയാകുമെന്ന് ലിസ് വെറുതെ മോഹിച്ചു. തന്റെ ജീവിതം അന്നു മുതൽ നന്നാവുമെന്നും. ഒരു രാത്രിയിൽ അമ്മയെ തിരഞ്ഞ് ലിസ് അവർ സ്ഥിരമായി പോകാറുള്ള ബാറിലെത്തി. എന്നാൽ അവിടെയുള്ളവർ നൽകിയ വാർത്ത അവളെ തകർത്തു കളഞ്ഞു. ജെനി തലേ ദിവസം രാവിലെ മരണപ്പെട്ടിരുന്നു. അമ്മയോട് അവസാനമായി ഒരു യാത്ര പറയാൻ പോലും അവൾക്ക് സാധിച്ചില്ല. അടുത്ത ദിവസമായിരുന്നു ജെനിയുടെ ഫ്യൂണറൽ ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. അതാകട്ടെ അതീവ ദയനീയവുമായിരുന്നു. ഒരു ചാരിറ്റി ശ്മശാനത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു പാസ്റ്ററോ ആശ്വസിപ്പിക്കാൻ മറ്റ് ബന്ധുക്കളോ നാട്ടുകാരോ ആരുമില്ലാതെയാണ് ജെനി അടക്കം ചെയ്യപ്പെട്ടത്. മനോഹരമായ ഒരു ശവപ്പെട്ടി പോലുമില്ലായിരുന്നു. തന്റെ അമ്മയെ അടക്കം ചെയ്യുന്നതിനു മുമ്പ് ശരിയായി ഒരുക്കിയോ എന്നുപോലും ലിസിന് അറിയില്ലായിരുന്നു. ശവസംസ്കാര ചടങ്ങുകൾ പകുതിയായപ്പോൾ തന്നെ മുത്തച്ഛൻ ലിസയെയും കൂട്ടി വീട്ടിലേക്ക് പോയി. ലിസയ്ക്കും ലിസിനും പരസ്പരം മിണ്ടാൻ പോലും സമയം കിട്ടിയില്ല. ലിസ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ക്രിസാകട്ടെ ജെനിയുടെ മരണശേഷം ഈ തെരുവു ജീവിതം മടുത്തുവെന്നും നമുക്ക് വീണ്ടും ഏതെങ്കിലും ഗ്രൂപ്പ് ഹോമിലേക്ക് പോകാമെന്നും ലിസിനോട് പറഞ്ഞു. പക്ഷെ ലിസ് അതിന് തയ്യാറായിരുന്നില്ല. താൻ എങ്ങുമെത്താത്ത ഒരു 8ാം ക്ലാസ്സുകാരിയാണെന്നും പഠനം തുടരണമെന്നും അവൾ ആഗ്രഹിച്ചിരുന്നു. ഗ്രൂപ്പ് ഹോമിൽ പോയാൽ ഭക്ഷണവും മറ്റും കിട്ടുമെങ്കിലും ഫ്യൂച്ചർ ഉണ്ടാവില്ല എന്നവൾക്കറിയാമായിരുന്നു. ഒടുവിൽ തന്റെ തീരുമാനത്തിൽ മുന്നോട്ടു പോകാൻ ലിസ് തീരുമാനിച്ചു. ഭാഗ്യവശാൽ അയൽവാസിയായ ഈവ ലിസിനെ സഹായിക്കാൻ തയ്യാറായി. അവൾ ലിസിന് തന്റെ വീട്ടിൽ താമസിക്കാൻ ഇടം നൽകി. അത്രനാളും തെരുവിൽ അലഞ്ഞ ശേഷം വീണ്ടും സ്കൂളിൽ ചേരാനും പഠിക്കാനും ലിസ് തീരുമാനിച്ചു. സ്കൂളിലെ അഡ്മിഷൻ ചുമതലയുള്ള ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥനെ കാണാൻ അവൾ സ്കൂളിലേക്ക് എത്തിച്ചേർന്നു. എന്നാൽ നിശ്ചയിച്ച സമയത്തേക്കാൾ 1 മണിക്കൂർ വൈകിയായിരുന്നു അവൾക്കവിടെ എത്താൻ കഴിഞ്ഞത്. എങ്കിലും തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. ഡേവിഡ് തന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ അവളെ കാണാൻ വൈകിയപ്പോൾ ലിസ് വെറുതെ ഇരുന്നില്ല. അവൾ അവിടെ ഇരുന്ന് തന്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് വളരെ നീളമുള്ള ഒരു ഉപന്യാസം എഴുതാൻ തുടങ്ങി. ആ എഴുത്തായിരുന്നു അവളുടെ ജീവിതത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചത്. ആ ഉപന്യാസം ഡേവിഡിന്റെ കയ്യിലെത്തി. അത് വായിച്ച ഡേവിഡ് ആകെ അത്ഭുതപ്പെട്ടു പോയി. അതിൽ ലിസ് തന്റെ ജീവിതത്തെപ്പറ്റി ഉള്ളു തുറന്നെഴുതിയിരുന്നു. തന്റെ അമ്മയുടെ മരണം തനിക്ക് നൽകിയത് വലിയൊരു തിരിച്ചറിവായിരുന്നെന്ന് അവൾ അതിൽ വിവരിച്ചു. വർഷങ്ങളോളം മറ്റേതൊരു ചെറിയ കുട്ടിയെയും പോലെ തന്റെ അമ്മ തന്നെ നോക്കുമെന്ന് പ്രതീക്ഷിച്ചവൾ കാത്തിരുന്നു. പക്ഷെ ഒടുവിൽ അമ്മയുടെ മരണം വരെ അവരെ നോക്കിയത് താനാണെന്നും തന്നെ നോക്കാൻ അവർ ഉണ്ടായിരുന്നില്ല എന്നും അവൾ തിരിച്ചറിഞ്ഞു. ഡേവിഡ് അവളോട് ഓരോ കാര്യങ്ങളെപ്പറ്റി ചോദിച്ചു. ആ സമയം അവൾ പറഞ്ഞു, ഇത്രനാളും എന്നെ സഹായിക്കാൻ ആരെങ്കിലും എത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇനി മറ്റാരെയും പ്രതീക്ഷിച്ചിരിക്കാതെ സ്വന്തം ജീവിതം സ്വന്തം കരങ്ങളാൽ കെട്ടിപ്പടുക്കേണ്ട സമയമാണ്. അവളുടെ ആ നിശ്ചയദാർഢ്യവും സത്യസന്ധതയും ഡേവിഡിനെ വല്ലാതെ ആകർഷിച്ചു. അദ്ദേഹം അവൾക്ക് സ്കൂളിൽ പ്രവേശനം നൽകാൻ തീരുമാനിച്ചു. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. അഡ്മിഷൻ ഔദ്യോഗികമാകണമെങ്കിൽ അവളുടെ കൂട്ടത്തിൽ ഒരു രക്ഷിതാവ് വേണം. ലിസതോടെ തന്റെ അച്ഛനായ പീറ്ററെ തിരയാൻ തുടങ്ങി. ഒടുവിൽ അവൾ അവിടുത്തെ ഒരു അഭയകേന്ദ്രത്തിലേക്ക് എത്തി. പീറ്ററെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. ലിസിനെ സഹായിക്കാൻ പീറ്റർ തയ്യാറായി. അവൾക്ക് സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനായി തനിക്ക് സ്ഥിരമായ ജോലിയും വിലാസവും ഉണ്ടെന്ന് പീറ്റർ അധികൃതരോട് കള്ളം പറഞ്ഞു. ആ കൂടിക്കാഴ്ച വിജയകരമായി തന്നെ അവസാനിച്ചിരുന്നു. പിരിയുന്നതിനു മുമ്പ് ലിസ തന്റെ അച്ഛനോട് തന്നെ ഒന്ന് സഹായിച്ചതിന് നന്ദി അറിയിച്ചു. കൂട്ടത്തിൽ താൻ ചെറുപ്പമായിരുന്നപ്പോൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻസ്പിറേഷനായ വ്യക്തി അച്ഛനായിരുന്നുവെന്നും
കഴിയുമെന്നും പ്രതിസന്ധികളിൽ അതിജീവിക്കാനുള്ള വഴികൾ തനിക്കന്ന് പറഞ്ഞു തന്നിരുന്നത് അച്ഛനാണെന്നും അവൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. അത് കേട്ടപ്പോൾ പീറ്റർ വല്ലാതെ വികാരാധീനനായി. ദുഃഖത്തോടെ തന്റെ മകൾക്കടുക്കൽ അദ്ദേഹം ആ സത്യം വെളിപ്പെടുത്തി. തനിക്കും അമ്മയെപ്പോലെ എയ്ഡ്സ് ആണ്. മോള് നന്നായി പഠിക്കണം. മോൾക്ക് പഠനത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ പറ്റും. സന്തോഷമായി ജീവിക്കണം. മകളെ അനുഗ്രഹിച്ച ശേഷം പീറ്റർ അവിടെ നിന്ന് പോയി. ലിസിന്റെ ജീവിതത്തിലെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയായിരുന്നു. അവൾ അവൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ തീരുമാനിച്ചതു മുതലുള്ള മാറ്റങ്ങളുടെ ഘട്ടം. പുതിയ സ്കൂളിലേക്ക് എത്തിയ ലിസ് മറ്റുള്ളവരെക്കാൾ വലിയൊരു ദൃഢനിശ്ചയത്തോടെയാണ് പഠനം ആരംഭിച്ചത്. തനിക്ക് നഷ്ടപ്പെട്ട വർഷങ്ങൾ എത്രയും വേഗം വീണ്ടെടുക്കണമെന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസം വളരെ വേഗത്തിൽ പൂർത്തിയാക്കണം എന്നും അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 10 ക്ലാസുകൾ അവൾ തുടർച്ചയായി അറ്റൻഡ് ചെയ്തു. 4 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസം 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. അസാധ്യമെന്ന് മറ്റുള്ളവരൊക്കെ പറഞ്ഞ ലക്ഷ്യം. സ്കൂളിലെ സമയം കഴിഞ്ഞ് രാത്രി വൈകുവോളം ലൈബ്രറിയിലിരുന്ന് അവൾ പഠിച്ചിരുന്നു. ട്രെയിനിലെ യാത്രക്കിടയിലും കിട്ടുന്ന ഓരോ ചെറിയ ഇടവേളകളിലും പാർട്ട് ടൈം ജോലികൾക്കിടയിൽ പോലും അവൾ പഠിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ഒരു പരീക്ഷയിൽ ലിസിന് A- ഗ്രേഡ് ലഭിച്ചു. ഏതൊരു സാധാരണ വിദ്യാർത്ഥിയെ സംബന്ധിച്ചും അത് വലിയ നേട്ടം തന്നെയായിരുന്നു. പക്ഷേ ലിസ് അതിൽ തൃപ്തിയായില്ല. അവൾ നേരെ അധ്യാപകൻ ഡേവിഡിന്റെ അരികിലെത്തി. എങ്ങനെ തനിക്കൊരു പെർഫെക്റ്റ് A ഗ്രേഡ് നേടാം എന്നവൾ അദ്ദേഹത്തോട് ചോദിച്ചു. തന്റെ എഴുത്തിലെ കുറവുകൾ പറഞ്ഞു തരാനും അത് മെച്ചപ്പെടുത്താനും അവൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. വേണ്ട രീതിയിൽ തന്റെ പഠനം മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ അവൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ചിലർക്ക് ലിസിന്റെ ഈ അധ്വാനം കണ്ടപ്പോൾ അവൾ തന്നെ സ്വയം ശിക്ഷിക്കുകയാണെന്ന് തോന്നിയിരുന്നു. എന്നാൽ ലിസിനെ സംബന്ധിച്ചിടത്തോളം അത് അവളുടെ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യവും അച്ചടക്കവും നൽകുന്ന ഒന്നായിരുന്നു. ഒരു ദിവസം ട്രെയിൻ സ്റ്റേഷനിൽ വെച്ച് ലിസ് അവിചാരിതമായി തന്റെ പഴയ കൂട്ടുകാരി ക്രിസിനെ കണ്ടുമുട്ടി. കുറെ കാലത്തിനു ശേഷം കണ്ടുമുട്ടിയവർ തങ്ങൾ എവിടെയായിരുന്നുവെന്നും ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നുമുള്ള വിശേഷങ്ങൾ പരസ്പരം പങ്കുവച്ചു. തന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ക്രിസിനെ കാണിക്കണമെന്നും വീണ്ടും സ്കൂളിൽ പോവുക എന്നത് സാധ്യമായ ഒരു കാര്യമാണെന്ന് അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നും ലിസ് ആഗ്രഹിച്ചു. അതിനായി അവൾ ക്രിസിനെ തന്റെ സ്കൂളിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ക്രിസിനെയും കൂട്ടി അവൾ സ്കൂളിലെത്തി. അവർ സ്കൂളിലെത്തിയ സമയത്താണ് പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമുണ്ടായത്. സ്കൂളിലെ ഏറ്റവും മികച്ച 10 വിദ്യാർത്ഥികളെ ബോസ്റ്റണിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് കാണിക്കാൻ കൊണ്ടുപോകും. ഡേവിഡായിരുന്നു അതറിയിച്ചത്. പഠനത്തിൽ ആദ്യ 10ൽ പെടാൻ ഭാഗത്തിന് താൻ മുന്നിലെത്തി എന്ന് ലിസ് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അതിനാൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട 10 പേരുടെ പട്ടികയിൽ താൻ ഉണ്ടാകുമെന്നും അവൾ കരുതിയില്ല. പക്ഷേ 1ാം സ്ഥാനത്ത് അവളുടെ പേരായിരുന്നു ഉണ്ടായത്. അത് കേട്ടതും ലിസ് അക്ഷരാർത്ഥത്തിൽ സ്തബ്ധയായി പോയി. ആ യാത്രയുടെ ചിലവ് മുഴുവനും സ്കൂൾ തന്നെ വഹിക്കുമായിരുന്നു. കോളേജ് ജീവിതം എങ്ങനെയുള്ളതാണെന്ന് നേരിട്ട് കാണാനുള്ള വലിയൊരു അവസരമായിരുന്നു അത്. പക്ഷേ ഈ വാർത്ത കേട്ട ക്രിസിന് സന്തോഷത്തിന് പകരം നിരാശയാണ് തോന്നിയത്. ലിസിനെ പോലെ പഠനത്തിൽ മികവ് പുലർത്താൻ തനിക്ക് കഴിയില്ലെന്നും സ്കൂൾ എന്നത് തന്നെ പോലെയുള്ളവർക്ക് പറ്റിയ ഇടമല്ലെന്നും അവൾ ഉറച്ചു വിശ്വസിച്ചു. ക്രിസിന് ലിസിനെ പോലെ ഒരു വലിയ സ്വപ്നമോ ലക്ഷ്യമോ ഇല്ലാത്തതിൽ ഡേവിഡ് തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചു. അധികം വൈകാതെ ആ സംഘം ബോസ്റ്റണിലെ ഹാർവാർഡ് സർവകലാശാലയുടെ ക്യാമ്പസിലെത്തി. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ആ സർവകലാശാലയുടെ അങ്കണത്തിൽ നിൽക്കുമ്പോൾ ലിസിനത് വിശ്വസിക്കാനായില്ല. ഒരു വശത്ത് താൻ അവിടെ എത്തിയതിന്റെ ആവേശമുണ്ടായിരുന്നുവെങ്കിലും മറ്റൊരു വശത്ത് താൻ അവിടെ ചേരാൻ യോഗ്യല്ലെന്നൊരു തോന്നൽ അവളെ അലട്ടിയിരുന്നു. ഞാൻ എപ്പോഴും ഒരു ട്രാഷ് മാത്രമായിരുന്നു എന്നവൾ സ്വയം പഴി പറഞ്ഞു. അത് കേട്ട ഡേവിഡ് അവളെ തിരുത്തി. നീ ഒരിക്കലും ഒരു പാഴ്വസ്തു അഥവാ ഒരു ട്രാഷ് അല്ലെന്നും ഹാർവാർഡിൽ പ്രവേശനം നേടുക എന്നത് ലിസിനെ പോലൊരു പെൺകുട്ടിക്ക് അസാധ്യമായ ഒരു കാര്യമല്ലെന്നും അദ്ദേഹം അവൾക്ക് ആത്മവിശ്വാസം നൽകി. അതുവരെ ജീവിതത്തിൽ ഓരോ ദിവസവും എങ്ങനെയെങ്കിലും അതിജീവിക്കുക എന്നു മാത്രം ചിന്തിച്ചിരുന്ന ലിസ് ആദ്യമായി തന്റെ ജീവിതത്തിന് വലിയൊരു ലക്ഷ്യമുണ്ടെന്ന് അവിടെ വെച്ച് തിരിച്ചറിഞ്ഞു. എഴുത്തിനോടുള്ള തന്റെ സ്വാഭാവികമായ കഴിവ് തിരിച്ചറിഞ്ഞ ലിസ് അതുപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. ഹാർവാർഡിൽ എത്തിച്ചേരണം എന്ന ചിന്തയുമായി ലിസ് നടക്കുന്ന സമയത്താണ് സ്കൂളിലെ ഉദ്യോഗസ്ഥൻ ലിസിനോട് ന്യൂയോർക്ക് ടൈംസിന്റെ സ്കോളർഷിപ്പിനെ കുറിച്ച് പറയുന്നത്. പ്രതിവർഷം $12,000 വീതം 4 വർഷത്തേക്ക് ലഭിക്കുന്ന ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു അവസരമായിരുന്നു അത്. ഇതിനായി തന്റെ ഏറ്റവും വലിയ അക്കാദമിക് നേട്ടത്തെക്കുറിച്ചും ജീവിതത്തിലെ കഠിനമായ വെല്ലുവിളികളെ എങ്ങനെ അതിജീവിച്ചു എന്നതിനെക്കുറിച്ചും ന്യൂയോർക്ക് ടൈംസിന് ഒരു ഉപന്യാസം സമർപ്പിക്കണം. ആ ഉപന്യാസത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരിൽ നിന്ന് കുറച്ചുപേരെ ഇന്റർവ്യൂവിന് വിളിക്കും. പിന്നീട് അവരിൽ നിന്നും കുറച്ചുപേരെ സ്കോളർഷിപ്പിനായി പരിഗണിക്കും. ലിസ് അതിനുവേണ്ടി ശ്രമിക്കാൻ തുടങ്ങി. ലിസ് തന്റെ ജീവിതത്തിലെ ഓരോ നോവും കണ്ണീരും
ആ അപേക്ഷയിൽ ജീവനുള്ള പോലെ പകർത്തിവെച്ചു. ഹാർവാർഡിൽ പഠിക്കണമെന്നും തന്റെ കയ്യിൽ കിട്ടുന്ന ഏറ്റവും മികച്ച പുസ്തകങ്ങൾ വായിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച വ്യക്തിയായി വളരണമെന്നും അവൾ ആഗ്രഹിച്ചു. 4 മാസത്തെ കഠിനമായ തയ്യാറെടുപ്പിന് ശേഷം ആ ഉപന്യാസം അവൾ എഴുതി പൂർത്തിയാക്കി. എന്നാൽ ലിസ് അത് സമർപ്പിക്കാൻ അപേക്ഷയുടെ അവസാന തീയതി വരെ കാത്തിരുന്നു. കാരണം അവൾക്ക് 18 വയസ്സ് തികയണമായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ഉപന്യാസം എങ്ങാനും പുറത്തു വന്നാൽ അവളെ സോഷ്യൽ സർവീസസ് എത്തി കൊണ്ടുപോകും. അവൾ വീണ്ടും ഗ്രൂപ്പ് ഹോമിലേക്ക് മാറ്റപ്പെടും. അതിനവൾക്ക് താല്പര്യമില്ലായിരുന്നു. ഒരു പ്രായപൂർത്തിയായ വ്യക്തി എന്ന നിലയിൽ തന്റെ ജീവിതം സ്വന്തമായി ജീവിക്കാനുള്ള അധികാരം തന്റെ കയ്യിലെത്തി എന്ന പൂർണ്ണബോധ്യം വന്ന ശേഷമായിരുന്നു അവൾ ആ ഉപന്യാസം സമർപ്പിച്ചത്. കുറച്ചു കഴിഞ്ഞൊരു ദിവസം അവൾ തന്റെ സഹോദരി ലിസയെ നേരിട്ട് കാണാൻ പോയി. സ്കോളർഷിപ്പിന്റെ അഭിമുഖത്തിനായി താൻ തിരഞ്ഞെടുക്കപ്പെട്ട വിവരം, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട വിവരം ലിസ തന്റെ സഹോദരി ലിസയോട് പറഞ്ഞു. ആ വാർത്ത കേട്ടപ്പോൾ ലിസ സന്തോഷിച്ചുവെങ്കിലും അത് വിശ്വസിക്കാൻ അവൾ പ്രയാസം അനുഭവിച്ചിരുന്നു. നിനക്കെങ്ങനെയാണ് ഇങ്ങനൊരു സ്കോളർഷിപ്പിന് അർഹത ലഭിച്ചത് എന്നവൾ അത്ഭുതപ്പെട്ടു. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി ലിസ സ്കൂളിൽ പോലും കൃത്യമായി പോയിരുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. ലിസ് ഒറ്റയ്ക്ക് കഴിയുന്നതിൽ ആശങ്കപ്പെട്ട ലിസ അവളെ വീണ്ടും മുത്തച്ഛന്റെ വീട്ടിലേക്ക് വരാൻ ക്ഷണിച്ചു. ലിസിനെ ഇനി ഒറ്റയ്ക്ക് വിടാൻ തനിക്ക് കഴിയില്ലെന്നും കൂടെ താമസിക്കണമെന്നും ലിസ ആവശ്യപ്പെട്ടു. എന്നാൽ ലിസാകട്ടെ ആ ക്ഷണം സ്നേഹപൂർവ്വം നിരസിച്ചു. തന്റെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ പഴയ ജീവിതത്തിലേക്കോ ശ്വാസം മുട്ടിക്കുന്ന മുത്തച്ഛന്റെ വീട്ടിലേക്കോ മടങ്ങിപ്പോകാൻ അവളൊട്ടും ആഗ്രഹിച്ചിരുന്നില്ല. ആ സംഭാഷണത്തിന് ശേഷം സഹോദരിമാർ വീണ്ടും രണ്ടു വഴിക്കായി പിരിഞ്ഞു. ലിസയുമായി കൂടിക്കാഴ്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ ലിസിനെ ക്രിസ് സമീപിച്ചു. തന്നെ ഗ്രൂപ്പ് ഹോമിൽ നിന്ന് പുറത്താക്കിയെന്നും തനിക്ക് വല്ലാതെ പേടിയാകുന്നെന്നും പറഞ്ഞ് അവൾ ലിസിന്റെ സഹായം തേടി. പക്ഷേ ക്രിസിന് അപ്പോഴും 18 വയസ്സ് തികഞ്ഞിരുന്നില്ല. നിയമപരമായി അവളെ ആർക്കും അങ്ങനെ പുറത്താക്കാൻ കഴിയില്ല എന്ന് ലിസിന് അറിയാമായിരുന്നു. ക്രിസ് അപ്പോഴും യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണെന്ന് ലിസ് തിരിച്ചറിഞ്ഞു. നമുക്ക് ഈ നഗരം വിട്ട് മറ്റെങ്ങോട്ടെങ്കിലും പോകാം എന്ന് ക്രിസ് ലിസിനോട് പറഞ്ഞെങ്കിലും ലിസ് അതിന് തയ്യാറായില്ല. കാരണം അവൾക്ക് അന്ന് തന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. വീണ്ടും സ്കൂളിലേക്ക് മടങ്ങാൻ ലിസ് അവസാനമായി ക്രിസിനെ ഉപദേശിച്ചു. അത് ജീവിതം മാറ്റിമറിക്കും എന്നും അവൾ പറഞ്ഞു. തന്റെ ജീവിതത്തിലെ കാര്യങ്ങളും പറഞ്ഞു. എന്നാൽ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഒരിക്കലും ഹാർവാർഡ് പോലുള്ള വലിയിടങ്ങളിലെത്താൻ കഴിയില്ല എന്ന് നിരാശയോടെ പറഞ്ഞ് ക്രിസ് അവിടെ നിന്ന് പോവുകയായിരുന്നു ചെയ്തത്. ലിസ് തിരിഞ്ഞു നോക്കാതെ ന്യൂയോർക്ക് ടൈംസ് ഓഫീസിലെ അഭിമുഖത്തിനായി ഉറച്ച ചുവടുകളോടെ മുന്നോട്ടേക്ക് നടന്നു നീങ്ങി. അങ്ങനെ ന്യൂയോർക്ക് ടൈംസിലെ അഭിമുഖത്തിന്റെ ദിവസമെത്തി. അഭിമുഖത്തിനായി ലിസ തിരഞ്ഞെടുത്ത വസ്ത്രങ്ങൾ പോലും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയതായിരുന്നു. വിധികർത്താക്കളുടെ ആ വലിയ പാനലിന് മുന്നിൽ ലിസ തന്റെ ജീവിതത്തെക്കുറിച്ച് തികച്ചും തുറന്ന മനസ്സോടെ സംസാരിച്ചു. താൻ അനുഭവിച്ച ക്രൂരമായ ദാരിദ്ര്യത്തെയോ പട്ടിണിയോ കുറിച്ച് അവൾ ആരോടും പരാതി പറഞ്ഞില്ല. തന്റെ അമ്മയ്ക്ക് മയക്കുമരുന്നിനോട് ആസക്തിയുണ്ടായിരുന്നുവെന്നും അവർക്ക് മനോരോഗമായിരുന്നുവെന്നും അവൾ മറച്ചുവെച്ചില്ല. എങ്കിലും തന്റെ അമ്മ തന്നെ ആഴത്തിൽ സ്നേഹിച്ചിരുന്നുവെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. വേദനകളും പ്രതിസന്ധികളും ജീവിതത്തിന്റെ ഭാഗമായി അംഗീകരിച്ചു കഴിഞ്ഞുവെന്നും അവയെ അതിജീവിച്ച് മുന്നേറാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അവൾ അവരോടായി പറഞ്ഞു. ഈ സ്കോളർഷിപ്പ് ലഭിച്ചില്ലെങ്കിൽ തനിക്ക് കോളേജ് പഠനമെന്ന സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്നവൾ വളരെ വികാരനിർഭരമായി അവരെ ബോധ്യപ്പെടുത്തി. അവളുടെ വാക്കുകളിലെ സത്യസന്ധതയും നിശ്ചയദാർഢ്യവും ആ വിധികർത്താക്കളുടെ ഹൃദയത്തെ സ്പർശിച്ചു. ഒടുവിൽ സ്കോളർഷിപ്പിലെ വിജയികളുടെ ലിസ്റ്റ് വന്നു. അസാധ്യമായ പ്രതിസന്ധികളെ മറികടന്ന് ലിസ സ്കോളർഷിപ്പ് നേടിയെടുത്തു. അധികം വൈകാതെ അവളെ ആദരിക്കുന്നതിനായി ഒരു വലിയ ഔദ്യോഗിക ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടു. ലിസ്മുറയെ വേദിയിലേക്ക് ക്ഷണിച്ചു. അവിടെയുള്ള വലിയൊരു സദസ്സിന് മുന്നിൽ നിന്ന് അവൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രസംഗം നടത്തി. അവളുടെ ജീവിതം അന്നു മുതൽ എന്നേക്കുമായി മാറിക്കഴിഞ്ഞിരുന്നു. ചടങ്ങിന് ശേഷം ഒരു റിപ്പോർട്ടർ അവളോട് ചോദിച്ചു, ഇത്രയധികം കഷ്ടപ്പാടുകൾക്ക് ശേഷവും നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിച്ചേർന്നത്? ലിസ് അതിന് നൽകിയ മറുപടി അത്രമേൽ ശ്രദ്ധേയമായിരുന്നു. താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളോട് തനിക്ക് നന്ദിയുണ്ടെന്ന് അവൾ പറഞ്ഞു. കാരണം ആ കഷ്ടപ്പാടുകളാണ് അവളെ തന്റെ പരിമിതികളിൽ നിന്ന് പുറത്തേക്ക് തള്ളിയത്. പിന്നോട്ടു നോക്കിയാൽ ഇരുട്ട് മാത്രമായിരുന്നു ഉള്ളത് എന്നതിനാൽ മുന്നോട്ടു നോക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയും അവൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. തന്റെ പരമാവധി ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു അവളെ മുന്നോട്ടേക്ക് നയിച്ചത്. അങ്ങനെ നീണ്ട കഠിനമായ ശ്രമങ്ങൾക്കൊടുവിൽ താൻ സ്വപ്നം കണ്ട ഹാർവാർഡ് സർവകലാശാലയിൽ ലിസ്മുറൈ പ്രവേശനം നേടി. അവിടെ പഠിക്കുന്നതിനൊപ്പം
അതോടൊപ്പം തന്നെ ന്യൂയോർക്ക് ടൈംസിൽ ജോലി ചെയ്യാനും അവൾക്ക് കഴിഞ്ഞു. വർഷങ്ങളോളം മലഞ്ഞുതിരിഞ്ഞ ശേഷം ആദ്യമായി അവൾക്ക് സ്വന്തം അധ്വാനം കൊണ്ട് നേടിയെടുത്ത ഒരു അപ്പാർട്ട്മെന്റ് ലഭിച്ചു. പട്ടിണിയും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ പഴയ ദിനങ്ങൾ അവളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞുപോയി. ലോകം കണ്ണടച്ച് തള്ളിക്കളയുന്ന ഏതൊരു കുട്ടിയും ഒരവസരം ലഭിച്ചാൽ വലിയ ഉയരങ്ങളിൽ എത്തിച്ചേരും എന്ന സന്ദേശത്തോടെയാണ് ലിസ്മുറയുടെ കഥ അവസാനിക്കുന്നത്. ഏറെ പ്രചോദനാത്മകമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും വീഡിയോ ഹൈപ്പ് ചെയ്തും കമന്റുകൾ ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.